പത്തനംതിട്ട കൊടുമണ്ണിലെ കൈത്തറി കേന്ദ്രം പ്രവർത്തനം നിലച്ചിട്ട് വർഷങ്ങളാവുകയാണ്. ലക്ഷങ്ങൾ വില വരുന്ന യന്ത്രങ്ങളും സർക്കാർ ഭൂമിയുമാണ് ഉപയോഗശൂന്യമായി കിടക്കുന്നത്. കൈത്തറി കേന്ദ്ര പ്രവർത്തനം പുനരാരംഭിക്കണം എന്ന് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടെങ്കിലും ഇന്നും കാടുകയറി കിടക്കുകയാണ് ഇവിടം. ദളിത് ഹാൻഡ് വീവേഴ്സ് ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന നെയ്ത്തുശാലയാണ് പൂർണ്ണമായും പ്രവർത്തനം നിലച്ചുകിടക്കുന്നത്. ഇന്നിവിടം സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറി. നെയ്ത്ത് പരിശീലനം ലഭിച്ച തൊഴിലാളികളെ ഉൾപ്പെടുത്തിയായിരുന്നു നെയ്ത്ത് കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത്. സാരി, മുണ്ട്, ഷർട്ട്, കൈലി, ഷീറ്റ്, തോർത്ത് തുടങ്ങിയവയാണ് പ്രധാനമായും ഇവിടെ നെയ്തിരുന്നത്. എന്നാൽ പിന്നീട് ഇത് നിലച്ചു പോവുകയായിരുന്നു. അന്ന് ഇത് നിന്നുപോയതിൻ്റെ പ്രധാന കാരണം അന്ന് പണിക്ക് വന്നിരുന്ന ആളുകൾക്ക് കൂലി കിട്ടാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അന്ന് ഇതിൽ ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ പിന്നോട്ട് മാറി. പക്ഷെ അതിൻ്റെ ആ ഒരു വിഷയങ്ങൾ പരിഹരിക്കുവാനോ അല്ലെങ്കിൽ അതിനെ തുടർന്ന് അതിൻ്റെ ഒരു വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൊസൈറ്റിയുടെ ഭാഗത്തു നിന്നോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ യാതൊരു തരത്തിലുള്ള പരിഗണന ലഭിച്ചില്ല. ലക്ഷങ്ങൾ വില വരുന്ന തറികൾ ഉൾപ്പെടെ മഴയും വെയിലും കൊണ്ട് നശിക്കുകയാണ്. ഏത് സമയവും തകർന്ന് നിലംപൊത്താവുന്ന തരത്തിലാണ് കെട്ടിടം. ഇവിടെ ഇപ്പോൾ ഇഴജന്തുക്കളുടെയും കാട്ടുപന്നികളുടെയും വരെ സാന്നിധ്യമുണ്ട്. ഇത് പ്രദേശവാസികൾക്കും ശല്യമാണ്. ഭൂമി ഉൾപ്പെടെ ഉപയോഗശൂന്യമായി കിടക്കുകയാണെന്നും സർക്കാരിൻ്റെ ഇടപെടൽ ഉടൻ ഉണ്ടാകണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് മലയാളം, പത്തനംതിട്ട.